അപ്പൊ ഞാൻ ഇന്ന് ഒരു 5:15 ആയപ്പോൾ നീച്ചു കേട്ടോ. ഏകദേശം ഒരു 5 മണി 6 മണിയുടെ ഉള്ളിൽ എന്നും നീക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നാളെ ECCയുടെ ക്ലാസ്സസ് ആണ്. അപ്പോൾ അതിൻ്റെ ബുക്സ് ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ FR തുറന്നപ്പോഴതാ ഒരുപാട് പഠിക്കാൻ. അങ്ങനെ FRൻ്റെ നോട്ട്ബുക്കൊക്കെ തപ്പി ഇറങ്ങി. അപ്പോഴാണ് കണ്ട് ക്വിക്ക് ടിപ്സ് ഫോർ സീരിയസ് സ്റ്റഡിങ്. അപ്പോൾ രണ്ടെണ്ണം ഒന്ന് ഇരിക്കട്ടെ വെച്ചിട്ട് രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബുക്കൊക്കെ തുറന്ന് നോക്കി ഒരു 15 മിനിറ്റ് നമ്മൾ പഠിച്ചു. അപ്പോഴേക്ക് നമ്മുടെ കുട്ടു വന്നിട്ട് എന്താണെന്ന് ആയില്ലേന്ന് ചോദിച്ചിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ്. അപ്പം ആദ്യത്തെ പണി പശുക്കുട്ടികൾക്കൊക്കെ തീറ്റ കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു 6 മണിക്ക് തുടങ്ങും കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ വേറെ പണികളും അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണത് ഇങ്ങോട്ട് അയക്കണമുണ്ട്, ലാപ്ടോപ്പിലേക്ക് ആക്കണമുണ്ട്. പിന്നെ അവസാനത്തേക്ക് വെച്ചാൽ അത് ഫുള്ള് ലോഡാവും, അല്ലെങ്കിൽ ആ ഫോണിൽ സ്പേസ് ഇല്ല. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താൽ ഒരു വീഡിയോ ശരിയാവില്ല. അല്ലാതെ നമ്മൾ സിമ്പിളായിട്ട് വെറുതെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഒക്കെ ശരിയാവും. ഇപ്പം ദാ കൈ ഇളകണു, അതിളകണു, ലൈറ്റ് ഇല്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പുസ്തകം വായിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ ഇന്ന് വായിച്ചത് ഗുരുസമക്ഷം പറഞ്ഞൊരു പുസ്തകമാണ്. ശ്രീ M രചിച്ച ആളുടെ ഒരു സ്പിരിച്വൽ ജേർണി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. നല്ലൊരു പുസ്തകമാണ്. ഇനി എനിക്കൊരു 1 ചാപ്റ്റർ 2 ചാപ്റ്ററും കൂടി വായിക്കാനുള്ളൂ. അങ്ങനെ ഇരുന്ന് കുറച്ച്, ഇപ്പം എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ്സ് ഒരു പേഴ്സണൽ ടൈമാണ്. ആ സമയത്ത് കുറച്ച് ഡീപ്പ് ബ്രെത്ത്സ് എടുക്കുന്നു, സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. സൈലൻ്റ് ആവും, ഇവിടെ പ്രകൃതിയിലുള്ള ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും റേഡിയോ വെച്ചാൽ അതിൻ്റെ ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു പൂവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സ്മെല്ലാണ് അതിന്. ഐ മീൻ ഒരു ജാസ്മിൻ്റെ. അതിന് നടക്കുമ്പോൾ വി ഫീൽ ലൈക്ക് വി ആർ വാക്കിംഗ് ഇൻ ഹെവൻ. അപ്പുറത്ത് നല്ല പൂന്തോട്ടം എന്നല്ല, നല്ല ഭംഗിയുള്ള സ്ഥലം എന്നല്ല, ബട്ട് ആ ഒരു അവിടുത്തെ ഒരു എയർ, ആ ഒരു ഫീൽ വേറൊരു ലെവലാണ്. രാവിലെയൊക്കെ ഇങ്ങനെ നടന്നാൽ കുറച്ച് തണുപ്പൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ്. ഇടയ്ക്ക് നല്ല ചൂടാകുമ്പോൾ അങ്ങനെ സ്മെല്ലൊന്നും വരില്ല, പക്ഷെ തണുപ്പും ആ കാറ്റും കൂടി അടിക്കുമ്പോൾ അടിപൊളിയാണ്. ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പശുക്കുട്ടികളൊക്കെ പാടത്താക്കാൻ പോവാണ്. ഇന്നും നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ടേയാക്കും. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എല്ലാ ദിവസവും വ്യത്യസ്തമാണ് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ഇപ്പോൾ അവർ നേരെ വഴിക്ക് നടക്കണമെന്നൊന്നുമില്ല. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ഇന്നിപ്പോൾ എന്തോ ഭാഗ്യത്തിന് നേരെ നടന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നടക്കുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റണില്ല, കൈ ഭയങ്കരമായിട്ട് ഷേക്കാവുക. അങ്ങനെ നമ്മൾ പാടത്തെത്തിയിട്ടുണ്ട്. എന്നിട്ട് പശുക്കുട്ടികളൊക്കെ കെട്ടിയിട്ടിട്ട് വീണ്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വീട്ടിലേക്ക് പോകും. ഐഫോണൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല, വീഡിയോ സൂം ആക്കുമ്പോൾ കിട്ടണമില്ല. ഇന്നെന്താ ലൈറ്റ് കുറവായിരുന്നു, നല്ല മഞ്ഞുള്ള പോലെ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ വീഡിയോയിൽ അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്തത്. അങ്ങനെ നമ്മളൊരു 8:10 ആയപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ അവിടെ വെള്ളപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കഴിച്ചു. എന്നിട്ട് ഒരു 8:25 ആയപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഇത്രയും നേരം എടുത്തത് ഒന്ന് എഡിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ അപ്പോൾ ഒരു 10 വരെ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് 11 മണി ആയി. അനിയന് അക്കൗണ്ടൻസി എക്സാം ആണെന്ന്. അപ്പോൾ ഞാൻ അവനെ കുറച്ച് പറഞ്ഞു കൊടുക്കാച്ചിട്ട് അതും ചെയ്തു. അപ്പോൾ രണ്ടും കൂടി ഒപ്പം ചെയ്ത് അവസാനം 11 മണി വരെ ആയി അത്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയമായി. ഒരു 12:30 ആയപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, അങ്ങനെ സംഭവങ്ങളില്ലേ, അതൊക്കെ ഒന്ന് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിരുന്നു, വേഗം കഴിഞ്ഞു. എന്നിട്ട് ഒരു 1 മണിക്കായപ്പോൾ ചോറുണ്ട്. പശുക്കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പോവുകയാണ്. നമ്മൾ പാടത്ത് കൊണ്ടുപോയി കിട്ടിയവരൊക്കെ നമ്മൾ വീണ്ടും കൊണ്ടുവരണം, ഉച്ചയ്ക്ക് കൊണ്ടുവരും. അപ്പോൾ അവർക്ക് കൊണ്ടുവരാൻ പോവാണ്. പശുക്കുട്ടികളുടെ കൂടെ നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഭയങ്കര ദേഷ്യം പിടിപ്പിക്കുന്ന മൊമെൻറ്റ്സ് ഉണ്ടാവും. ബിക്കോസ് അവർക്ക് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഒരു മാനേഴ്സും ഇല്ലാതെ വണ്ടി വരുമ്പോൾ റോഡിൻ്റെ നടുവിൽ വന്നിട്ടാണ് പശുക്കുട്ടികൾ നിൽക്കുക. അങ്ങനെയൊക്കെ കളിച്ചും രസിച്ചും ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇറ്റ്സ് ഗുഡ്. വിട്ടാക്കിയ സന്തോഷത്തിൽ തുള്ളിച്ചാടി വരുന്ന പശുക്കുട്ടികളെയാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ അത് ലൈറ്റ് പോരാ ആ വീഡിയോ എടുത്തതിൻ്റെ. എന്താ ചെയ്യുക, ഇന്നത്തെ ദിവസം അങ്ങനെ ആയിപ്പോയി. അപ്പോൾ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്ത് അവരിപ്പോൾ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി നമ്മൾ FR ഒന്ന് തുറന്ന് നോക്കാച്ചിട്ട് പോവാണ്. ബിക്കോസ് നോട്ട്ബുക്കിൽ ഞാൻ ഒരുപാട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓപ്പൺ ആക്കി നോക്കുകയാണ്. ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുറച്ചധികം എടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഞാൻ അത് അങ്ങനെ അവിടെ വയ്ക്കുന്നു. ബുക്ക് തുറന്നപ്പോൾ മൂഡ് പോയി. അപ്പം ഞാൻ യൂട്യൂബ് തുറന്നിട്ട് രാജമാനിയുടെ ഒരു ക്ലിപ്പ്, അതായത് പോഡ്കാസ്റ്റിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടു. അത് കണ്ടപ്പോഴാണ് ഫോക്കസ് ചെയ്യാനാണ് അവർ പറയുന്നത്. ശരി, ഞാൻ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു മണിക്കൂർ ഞാൻ FR പഠിച്ചു. അതിൻ്റെ ഒന്നും ക്ലിപ്പ് എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഫോൺ നോക്കാൻ മല്ല പഠിക്കുമ്പോൾ അതറിയില്ലേ. അപ്പോൾ ഒരു 4:30 ആയപ്പോൾ 2 വീട്ടിൽ പാൽ കൊടുക്കാണ്ട്, അതുപോലെ തന്നെ പശുക്കുട്ടികൾക്കുള്ള കഞ്ഞിവെള്ളം എടുത്ത് വരാണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നനയ്ക്കാനാണ് പോകുന്നത്. കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്, അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിക്കണം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഇനി ഒരു 7 മണി വരെ ബിസിയാണ്.
ഇനിയിപ്പോൾ അവർക്ക് കുറച്ച് തീറ്റയും കൊടുക്കണം, അല്ലെങ്കിൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് തീറ്റ കൊടുക്കണം, പിന്നെ ഇവരൊക്കെ നനയ്ക്കണം. അവിടെ കുറച്ച് നനയ്ക്കുമ്പോൾ തന്നെ എന്താ പറയുക, 6 മണിയാവും. പിന്നെ അവിടെ എത്തുമ്പോഴേക്കും വെള്ളം സ്ലോ ആണ്. അപ്പോൾ അതിനൊക്കെ കുറേ സമയം എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ കയറുന്നത് 7 മണിക്കാണ്. എന്നും 7 മണിക്കേ കയറുള്ളൂ. എങ്ങനെ നേരത്തെ ആക്കാൻ നോക്കിയാലും 7 മണിക്ക്. ഇനിയിപ്പോൾ നല്ല മഴയുള്ള സമയത്തൊക്കെയാണ് ഞാൻ കുറച്ച് നേരത്തെ കയറിയത് ഞാൻ കണ്ടിരിക്കണം. ഞാൻ എന്തോ വിചിത്രമായി ചെയ്യണ പോലെയാണ് അവർ എന്നെ വിളിക്കുന്നത്. എൻ്റെ കയ്യിൽ ഫോണാണെന്ന് അവർക്ക് അറിയുന്നില്ല. ഫോൺ എന്താ, അവരുടെ വേൾഡ് ഭയങ്കര ഡിഫറെൻ്റ്. അവർ വേറെ യൂണിവേഴ്സിൽ, നമ്മൾ വേറെ യൂണിവേഴ്സിൽ. എനിവേ, നേച്ചർ ആയിട്ട് കണക്ഷൻ ഉള്ളൊരു ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഇതാണ് കുറേ നമ്മൾ പുറത്തൊക്കെ പണി ചെയ്യുമ്പോൾ വീണ്ടും നാട്ടിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ് കയറിയപ്പോൾ കറക്റ്റ് 6:57 ആയിട്ടുണ്ട്. ഏകദേശം 7 മണി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുളിച്ച് ചോറുണ്ണണം. അപ്പം അതിൻ്റെ ഇടയിലാണ് എൻ്റെ അനിയനെ അവരൊന്നും ചോദിക്കുന്നത്, നീ ചോറിനൊന്നൊക്കെ വീഡിയോ എടുക്കുകയാണെന്നാണ് അവൻ ചോദിക്കുന്നത്. അങ്ങനെ എന്നെ അധിക്ഷേപിച്ച് വിടുകയാണ് അവൻ. അപ്പം ഞങ്ങളങ്ങനെ സംസാരിച്ച് 8 മണി വരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും വീഡിയോ എഡിറ്റിംഗിക്ക് പോയി. പിന്നെ തമ്പനയിലും എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. ഇപ്പം എന്താ, തമ്പനയിലൊക്കെ റെഡിയായി. പിന്നെയാണ് മനസ്സിലായി വോയിസ് ഓവർ ചെയ്തൊക്കെ കോളായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും അതവിടെ നിർത്തി. ലാപ്ടോപ്പൊക്കെ ഓഫാക്കി FR പഠിക്കാനിരുന്നു. അങ്ങനെ നമ്മൾ 10 മണിക്ക് കിടന്നുറങ്ങി. കറക്റ്റ് 10 മണി. ഭയങ്കര ക്ഷീണമായി എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ. And guys, my 19th February 2025 went like this, and I'm so cooked now. And if you watch till end, there is a bonus tip for you. Don't compare your life with others. Guys, thank you for watching till the end. And I know there is a lot of flaws in these videos, but please don't care about that.